റസൂലുള്ളാഹിയുടെ അഹ്ലു ബൈത്തിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്തം കൂടുതലുണ്ട്, നിങ്ങൾക്ക് സ്ഥാനം കൂടുതലുണ്ട്, നിങ്ങൾ ഒരു നന്മ ചെയ്താൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്, നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷയുമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം അവർ മാതൃകയാവേണ്ടവരാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുശൈരി തങ്ങൾ പറയുന്നു, അന്ന സിയാദത്തുൽ ഉഖൂബത്തി തദുല്ലു അലാ സിയാദത്തിൽ മർതബ. സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചു എന്നതിന്റെ അടയാളമാണ് ഉഖൂബത്ത് വർദ്ധിക്കുക എന്നത്. സ്ഥാനമാനങ്ങളും അലങ്കാരങ്ങളും അള്ളാഹുവിന്റെ ആദരവുകളും കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശിക്ഷയും വർദ്ധിക്കും. ഇവിടെ തെറ്റ് ചെയ്യുന്ന പോലെയല്ല ഹറമിൽ തെറ്റ് ചെയ്യുന്നത്, ഇന്ന് തെറ്റ് ചെയ്യുന്ന പോലെയല്ല വെള്ളിയാഴ്ച തെറ്റ് ചെയ്യുന്നത്, ഇന്ന് തെറ്റ് ചെയ്യുന്ന പോലെയല്ല റമളാനിൽ തെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ഥാനമാനങ്ങൾ മഹത്വം വർദ്ധിക്കും തോറും അവരിൽ നിന്ന് വരുന്ന തെറ്റുകൾക്ക് ശിക്ഷയും വർദ്ധിക്കും. കാരണം അവർ മാതൃകയാവേണ്ടവരാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾ മറ്റ് സ്ത്രീകളെ പോലെയല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവളുടെ ശിക്ഷ ഇരട്ടിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളണം എന്ന്. അതുകൊണ്ട് നമ്മുടെ ബാധ്യത ഈ ഒരു മഹത്തായ സ്ഥാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇരുത്തി എന്നതിൻ്റെ അതിനെ ശുക്റായും കൊണ്ടും അതിനുള്ള നമ്മുടെ കടമയായും കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് നാം മാതൃകയാവുക എന്നുള്ളതാണ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത് നാം എപ്പോഴും ഓർക്കണം. വാദിനാ മറാത്തിബിൽ ഉലമാ. ഇന്ന് നമ്മളെയാണ് സമൂഹം ആലിമീങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ആലിമായി എന്ന് നമുക്ക് സ്വയം അവകാശവാദമില്ല. എന്നിരുന്നാലും സമൂഹം അങ്ങനെ കാണുന്നു. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, വാദിനാ മറാത്തിബിൽ ഉലമാഇ അൻ യഅലമ അന്നൽ ആഖിറത ഖൈറും മിനദ് ദുനിയാ. ഉലമാഇന്റെ മർത്തബയിൽ ഏറ്റവും ചെറിയത് ആഖിറമാണ് ദുനിയാവിനേക്കാൾ ഉത്തമം എന്നറിയലാണ്. അതറിയാത്തവനെ പണ്ഡിതന്മാരുടെ ഗണത്തിൽ തന്നെ പെടുത്താൻ സാധ്യമല്ല എന്ന്. ദുനിയാവിനേക്കാൾ ഖൈർ ആഖിറമാണെന്നറിയാത്തവൻ പിന്നെ എന്താണ് അറിഞ്ഞത്? അതുകൊണ്ട് അവനെ പണ്ഡിതന്മാരുടെ ഗണത്തിൽ തന്നെ പെടുത്താൻ സാധ്യമല്ല എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുന്നു. അതുപോലെയുള്ള മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആദ്യമായി നമ്മുടെ ഉത്തരവാദിത്വ ബോധം, പ്രത്യേകിച്ച് ഓരോ ഖറിയകളിലും ഓരോ ഗ്രാമങ്ങളിലും ദീനീ പ്രബോധനം നടത്തുന്ന ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദീനീ പ്രബോധനം നടത്തുന്ന പണ്ഡിതന്മാർ അവരുടെ സദർ, അതല്ലേ സദർ മുഅല്ലിമീൻ എന്ന് പറയുന്നത്. ആ സദർ എന്ന് പറയുമ്പോൾ ആ സദാരിയത്ത് ഒരുപാട് ആശയങ്ങളിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരുപാട് ചെയ്യാനുണ്ട്. ഈ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ വളരെ മനോഹരമായി വ്യവസ്ഥാപിതമായി നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നാം സർവസജ്ജരാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ്. ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സിറാത്തും മുസ്തഖീമാണ് എൻ്റെ വിഷയം. ഞാൻ വളരെ ചുരുക്കി 1-2 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പ്രസംഗിച്ചതിൻ്റെ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം എന്ന രൂപത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കാരണം ഇതൊക്കെ സദറുസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് പണ്ഡിതോചിതമായ ഒരു ചെറിയ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞു, വഹയ് അതിൻ്റെ ഉറവിടം, അതിൻ്റെ കേന്ദ്രം അത് വിശുദ്ധമായിരിക്കണം. അത് ഏറ്റവും വിശുദ്ധമായ രൂപത്തിൽ ആവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാനത്തെ ഖാത്തിമുൻ നബിയീൻ, അവരാണ് അവസാനത്തെ പ്രവാചകൻ. അവർ ഏറ്റവും വിശുദ്ധരാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ അല്ലാഹു അവരെ വാർത്തെടുത്തു എന്നുള്ളതാണ്. എല്ലാ അമ്പിയാക്കളെയും അങ്ങനെയാണ് അല്ലാഹു തആല വാർത്തെടുക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞ ആ വിഷയത്തിലേക്കാണ് ഇമാം ബുഖാരി തങ്ങൾ ബാബു കൈഫ കാന ബദഉൽ വഹയി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു അധ്യായം ഇട്ടുകൊണ്ട് ആദ്യത്തെ ഹദീസ് കൊണ്ടുവരുന്നത് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്നാണ്. നിങ്ങളൊക്കെ പഠിച്ചവരാണല്ലോ. ഫത്ഹുൽ ബാരിയൊക്കെ മറിച്ചു നോക്കിയാൽ ഈ ഹദീസ് ഇവിടെ പറയേണ്ടതാണോ എന്ന ഒരുപാട് ചർച്ചകൾ കാണാം. ഇത് ബാബുൽ വഹയിൽ പറയേണ്ടതായിരുന്നില്ല. കാരണം അമലുകളൊക്കെ നിയ്യത്ത് എന്നതും വഹയും തമ്മിൽ എന്ത് ബന്ധമാണ് എന്നവർ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഹഖിഖീങ്ങളായ ഉലമാ പറഞ്ഞത് വളരെ കൃത്യമായ പോയിന്റാണ്. ആദ്യം തന്നെ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്, നിയ്യത്തിന്റെ ഉറവിടം ഖൽബാണ്. ആ ഖൽബ് നന്നായെങ്കിൽ മാത്രമേ എല്ലാം നന്നാവുകയുള്ളൂ.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ജീവിതം, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ നിയ്യാത്തുകളും മുഴുവനും സാലിഹത്തായിരുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബ് ഏറ്റവും അഷ്റഫായ ഖൽബാണ് എന്നാണ് ഇമാം ബുഖാരി തങ്ങളാ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇമാം ബുഖാരി അവരുടെ കിതാബ് തുടങ്ങുന്നത്. നിയ്യത്തിന്റെ ഉറവിടം ഖൽബാണ്. ഖൽബ് നന്നതാണെങ്കിൽ നല്ല നിയ്യത്തുണ്ടാകും, ചീത്ത ഖൽബാണെങ്കിൽ ചീത്ത നിയ്യത്തുകളെ ഉണ്ടാകൂ. ഏതൊരു അമലും, ഇഖ്തിയാരിയായ ഏതൊരു അമലും മസ്ബൂഖത്തും ബിന്നിയ്യ, ഒരു ഉദ്ദേശം അതിന്റെ മുന്നേ ഉണ്ടാകും. ആ ഉദ്ദേശം നന്നാവണമെങ്കിൽ ഖൽബ് നന്നാവണം. റസൂലുള്ളാഹിന്റെ ഖൽബ്, അവരുടെ നിയ്യാത്തുകളും പ്രവർത്തനങ്ങളും പൂർണ്ണ അർത്ഥത്തിൽ സാലിഹത്തായിരുന്നു എന്നാണ് പിന്നീട് സമർത്ഥിക്കുന്നത് ഇമാം ബുഖാരി. അതുകൊണ്ട് ആ നിയ്യത്തുകളുടെ ഉറവിടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബ് ഏറ്റവും അത്ഹറും ഏറ്റവും അഷ്റഫും ഏറ്റവും അസ്ലഹുമായ ഏറ്റവും ഖൈറായ ഖൽബായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട്, രണ്ടാമത്തെ അങ്ങനത്തെ ഒരു ഖൽബിന്റെ ഉടമക്ക് മാത്രമേ വഹി സ്വീകരിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് രണ്ടാമത്തെ ഹദീസ് കൊണ്ട് ഇമാം ബുഖാരി സമർത്ഥിക്കുന്നത്. അൻ ഹാരിസ് ഇബ്നു ഹിശാം റളിയല്ലാഹു തആല അൻഹു അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അന്നൽ ഹാരിസ് ഇബ്നു ഹിശാം സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ യഅതീകൽ വഹ്യു യാ റസൂലല്ലാഹ്. ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിൽ ഹാരിസ് ഇബ്നു ഹിശാം ചോദിക്കുകയാണ്. ഹാരിസ് ഇബ്നു ഹിശാം എന്ന് പറഞ്ഞാൽ അബൂജഹലിന്റെ സഹോദരൻ. ഹാരിസ് മുസ്ലിമാണ്. ഹാരിസ് ഇബ്നു ഹിശാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, കൈഫ യഅതീകൽ വഹ്യു യാ റസൂലല്ലാഹ്, അങ്ങേക്ക് എങ്ങനെയാണ് വഹ്യ് വരുന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് രൂപം പറഞ്ഞു കൊടുത്തു. അഹ്യാനൻ യഅതീനി മിസ്ല സൽസലത്തിൽ ജറസ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ, അതും മറ്റുള്ളതും അതൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല എന്ന് നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അതീവ ഗൗരവമുള്ള പണ്ഡിതന്മാർ സ്വയം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കൈഫ യഅതീകൽ വഹ്യു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ അങ്ങേക്ക് വഹ്യ് വരുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നു, അഹ്യാനൻ യഅതീനി മിസ്ല സൽസലത്തിൽ ജറസി വഹുവ അശദ്ദുഹു അലയ്യ ഫയുഫ്സമു അന്നി വഖദ് വഅയ്തു മാ ഖാൽ. ചില സമയത്ത് മണിനാദം പോലെ വരും, ഒരു മണിമുഴക്കം പോലെ. സൽസലത്തുൽ ജറസ്, ജറസ് മുട്ടുന്ന മുഴക്കം പോലെ വരും. അത് എനിക്ക് വളരെ പ്രയാസമാണ്. ഫയുഫ്സമു അന്നി, അത് വന്ന് പിന്നെ അത് പിരിഞ്ഞു പോകും. വഖദ് വഅയ്തു മാ ഖാൽ, ആ പറഞ്ഞതൊക്കെ, എനിക്ക് വഹി തന്നതൊക്കെ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒക്കെ അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ടായിരിക്കും. അത് സൂലതമാണോ എന്ന് എനിക്കറിയില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ജുസ് ഉണ്ടാവും, ഒരു സൂറത്തുണ്ടാവും, ചിലപ്പോൾ ഒരു ആയത്തായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് അവിടെ കൃത്യമായിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ മലക്ക് ബശറായും കൊണ്ടുവരും, മലക്ക് മനുഷ്യനായും കൊണ്ടുവരും. ഫയുകല്ലിമുനി, അപ്പൊ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കും. അപ്പൊ പറയുന്നതൊക്കെ എനിക്ക് കൃത്യമായി ആ നിലക്ക് മനസ്സിലാവുകയും ചെയ്യും. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ തന്നെ മനസ്സിലാവും. ഇത് പറഞ്ഞുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, വലഖദ് റഅയ്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു അലൈഹിൽ വഹ്യു ഫിൽ ലൈലത്തിൽ ശാതിയ വഇന്ന ജബീനഹു ലയതഫസ്സദു അറഖാ. നല്ല തണുപ്പ് ശക്തമായ രാത്രികളിൽ വഹ്യ് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിയുടെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ ഒലിക്കുന്നുണ്ടായിരിക്കുമെന്ന്. എന്താണ് ഈ പറഞ്ഞത്? ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറയുമ്പോൾ പറഞ്ഞു, ചിലപ്പോൾ മലക്ക് മനുഷ്യനായി വന്നുകൊണ്ട് സംസാരിക്കും, അതും സ്വീകരിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയും. ചിലപ്പോൾ മലക്ക് മലക്കായും കൊണ്ടുവരും, അതും സ്വീകരിക്കാൻ അംബിയാഇന് കഴിയണം. മഹാന്മാരായ പണ്ഡിതന്മാര് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് വളരെ വിശദമായി പറയുന്നുണ്ട്. അന്നൽ മുനാസബത ജറത്തിൽ ആദതു അലാ അന്നൽ മുനാസബത വാജിബത്തുൻ ലിത്തവാസുൽ. ആദത്ത് എല്ലാവർക്കും അറിയാം, പരസ്പരം ആശയവിനിമയം സാധ്യമാവണമെങ്കിൽ മുനാസബത്ത് വേണം, യോജിപ്പ് വേണം. ഈ സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിലുള്ള ഒരു യോജിപ്പുണ്ടാവണം. നമുക്കെന്നെ അറിയാലോ, ഭാഷ
ഇംഗ്ലീഷ് അറിയുന്ന ആള് മലയാളിയോട് സംസാരിക്കാൻ, മലയാളിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ സാധ്യമല്ല. മലയാളി തന്നെ കാസർഗോട്ടുകാരൻ തിരുവനന്തപുരത്തോട് സംസാരിച്ചാൽ ചിലപ്പോൾ തല്ല് മേടിക്കേണ്ടി വരും. അപ്പോ ഈ മുനാസബത്ത് എല്ലാ അർത്ഥത്തിലും വേണം. നമ്മുടെ കൂടെ ജീവിക്കുന്ന, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഈ ആലമുഷഹാദയിൽ നമ്മുടെ ഒപ്പം ഓടി നടക്കുന്ന ഈ മൃഗങ്ങളും പക്ഷികളും സംസാരിക്കുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്താൻ ഒരു മനുഷ്യനും ഈ ഭൂമുഖത്ത് സാധ്യമല്ല. ചില ആളുകൾക്ക് അല്ലാഹു കൊടുത്ത, ചില അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേക കഴിവല്ലാതെ. എന്നാൽ വഹി എന്ന് പറയുന്നത് ഭൗതിക ലോകത്തുള്ള ആശയവിനിമയമല്ല, ഭൗതിക ലോകവും അഭൗതിക ലോകവും തമ്മിലുള്ള ആശയവിനിമയമാണ്. ആലമുൽ അംറും ആലമുൽ ഷഹാദയും തമ്മിലുള്ള ആശയവിനിമയമാണ്. മനുഷ്യനും മലക്കും തമ്മിലുള്ള ആശയവിനിമയമാണ്. ഇത് സാധ്യമാവണമെങ്കിൽ ഒന്നുകിൽ മനുഷ്യൻ മലക്കാനീയത്തിലേക്ക് ഉയരണം, അല്ലെങ്കിൽ മലക്ക് ബശരീയത്തിലേക്ക് ഇറങ്ങി വരണം. എങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഈ രണ്ട് രൂപമാണ് ഈ പറഞ്ഞത്. ഈ രണ്ട് രൂപമാണ് ഈ പറയുന്നത്. ഒന്നുകിൽ മനുഷ്യൻ മലക്കാനീയത്തിലേക്ക് ഉയരണം, അല്ലെങ്കിൽ മലക്ക് ബശരീയത്തിലേക്ക് ഇറങ്ങി വരണം. അഹ്യാനൻ യഅ്തീനി മിസ്ല സൽസലത്തിൽ ജറസ്, മണിമുഴക്കം പോലെ വരുമെന്ന് പറഞ്ഞത് മലക്ക് മലക്കായും കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ്. മലക്ക് മലക്കായും കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ആ മലക്ക് മലക്കിൻ്റെതായ ശൈലിയിൽ സംസാരിക്കുന്നു. ആ സമയത്ത് വഹുവ അശദ്ദുഹു അലയ്യ, അതെനിക്ക് വളരെ പ്രയാസമുള്ളതാണ്. ആ സമയത്ത് വളരെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ മലക്ക് വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അത് പോയിട്ടുണ്ടാകും. ആ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ടാകും. ഇതിന്റെ അർത്ഥം എന്താണ്? അവിടെ ബഹുമാനപ്പെട്ട മിർഖാത്തിലടക്കം നമുക്ക് കാണാം, പണ്ഡിതന്മാർ വളരെ വിശാലമായ മുതാല ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തഫ്സീർ അബു സഊദിൽ കാണാം, തഫ്സീർ റാസിയിൽ കാണാം. അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ നാം അംഗീകരിക്കുന്ന പ്രധാന മൂലഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ഈ അംബിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന മലക്കിയൻ ബശരിയൻ. അംബിയ റസൂലുള്ളാഹ് ബശരിയത്തും മലക്കിയത്തും ഒരുമിച്ച് കൂടിയ ആളായിരുന്നു. കാന ബശരിയൻ വമലക്കിയൻ ജഅലല്ലാഹു ലഹും അൽ ഇൻസിലാഹ മിൻ അവാഇദിഹിമുൽ ബശരിയ. അവരുടെ ബശരിയായ ആ തടസ്സങ്ങളിൽ നിന്ന്, സ്വഭാവങ്ങളിൽ നിന്ന് ഉയർന്ന് മലക്കാനീയത്തിലേക്ക് ഉയരാനുള്ള പ്രത്യേക കഴിവ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് നൽകുന്നു. ചെറുപ്പം മുതലേ അവരെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട്, ചെറുപ്പം മുതലേ അവരിൽ ഇസ്മത്ത് നൽകിക്കൊണ്ട്, ജിബില്ലത്തൻ ജബലഹുമുല്ലാഹു അലൈഹാ. ഖസ്തലാനി പറഞ്ഞ ഇബാറത്താണ് ഞാൻ പറയുന്നത്. ഇർഷാദു സാരിയിൽ കാണാം, അള്ളാഹു അങ്ങനെ പ്രകൃതി അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അവർ പ്രകൃതി അങ്ങനെ അള്ളാഹു സജ്ജീകരിച്ചു. അപ്പം മലക്കായി വരുമ്പോൾ ബശരീയത്തിൽ നിന്ന് ഉയർന്ന് മലക്കാനീ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങുന്ന ഒന്നാമത്തെ രൂപം അതാണ് റസൂലുള്ള അപ്പറഞ്ഞത്, വഹുവ അശദ്ദുഹു അലയ്യ. രണ്ടാമത്തെ രൂപം വഹ്യാനൻ യതമസ്സലു ലിയൽ മലക്കു ബശറ, മലക്ക് ബശരീയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മനുഷ്യ സ്വഭാവം, മനുഷ്യന്റെ വിശേഷണങ്ങൾ, മനുഷ്യന്റെ രൂപഭാവങ്ങൾ മലക്ക് സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനായി വന്ന് സംസാരിക്കുന്നു. അപ്പൊ അത്ര പ്രയാസമൊന്നുമില്ല. ഇത് ഖുർആൻ 3 രൂപത്തിൽ വഹീനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ മൂന്നാമത്തെ ഖിസ്മിന്റെ 2 നൗആണ് ഈ പറയുന്നത്. ഇതിലും വലുതാണ് ഇതിന്റെ അപ്പുറത്തുള്ളതൊക്കെ. ആ നിലക്കാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതൽ തന്നെ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ രൂപത്തിൽ പരിശുദ്ധാത്മാക്കളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് എന്നല്ല. ഫലമ്മ ബലഗ അശുദ്ധഹു ആതൈനാഹു ഹുക്മൻ വ ഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. സൂറത്ത് യൂസുഫ്. വലമ്മ ബലഗ അശുദ്ധഹു വസ്തവ ആതൈനാഹു ഹുക്മൻ വ ഇൽമാ വകദാലിക നജ്സിൽ മുഹ്സിനീൻ. സൂറത്തുൽ ഖസസ്. യൂസുഫ് നബിയെ സംബന്ധിച്ചും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും പറയുന്ന ആയത്താണത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ
ഇമാം റാസി തങ്ങളടക്കം വളരെ വിശാലമായി വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ അവർ ആ നുബുവത്തിന്റെ മുമ്പ് അവർ വലിയ ഔലിയാക്കളാണ്. ആ വിലായത്തിന്റെ ഹുക്മ കൊണ്ട് ഒരു 30 വയസ്സ് എത്തുന്ന സന്ദർഭത്തിൽ, അതാണ് അശുദ്ധ എത്തുക എന്ന് പറയുന്നത്, മനുഷ്യന്റെ വളർച്ച പൂർണ്ണമാകുന്ന ഘട്ടം. അത് 30, 33 മുതൽ 40 വരെ ഒരേ അവസ്ഥയാണ്. ഈ അവസ്ഥയിലേക്ക് എത്തിയാൽ ആതൈനാഹു ഹുക്മൻ വ ഇൽമാ, നാം അവർക്ക് ലദുന്നിയായ ഇൽമു നൽകും. അള്ളാഹു അവർക്ക് ലദുന്നിയായ ഇൽമു നൽകുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അവർ റിയാദകൾ വിട്ടുന്നു. ഹുബ്ബിബ ഇലൈഹിൽ ഖലാ എന്ന് പറയുന്നുണ്ടല്ലോ ബുഖാരിയുടെ ഹദീസിൽ. എവിടെന്നാണ് ആ തഹ്ബീബ് ഉണ്ടായത്? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. ഇലാഹിയായ തർബിയത്തിലാണ് അവർ. അങ്ങനെ അള്ളാഹു പ്രത്യേകമായ ഇൽമ നൽകിക്കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടും സ്വന്തമായും അവരെ ശുദ്ധീകരിക്കുന്നു. അള്ളാഹു അവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടും അവരെ ഉന്നതികളിലേക്ക് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. നളുമുദ്ദുററിൽ കാണാം, ഇത് അമ്പിയാക്കളുടെ മാത്രം പ്രത്യേകതയല്ല. വകദാലിക, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ യഫ്തഹുല്ലാഹു ലഹും ബിഹാറൽ ഉലൂം എന്ന് പറഞ്ഞിട്ട് വകദാലിക മൻ ഉൽഹിഖ ബിഹിം മിൻ കിബാരി ഔലിയാഇല്ലാഹി തആല. ഇപ്പൊ നമ്മുടെ വിഷയമല്ല. അപ്പൊ ഈ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടെ അവരെ സൂക്ഷിച്ച് ഒരു തെറ്റുകളും ചെയ്യാതെ അവരെ തർബിയത്ത് ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നു. അവരുടെ അസ്ലിനെ സൂക്ഷിക്കുന്നു. അവരുടെ ഉസൂലുകളെയും അള്ളാഹു സൂക്ഷിക്കുന്നു. ബഅ്ളുഹും മിൻ ബഅ്ള് എന്നൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ ഉണ്ടല്ലോ, അതിന്റെ ഒക്കെ തഫ്സീറുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയും. അതൊക്കെ അങ്ങനെ അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശരീരത്തെ അക്മലുന്നാസി ഖൽഖൻ വ ഖുലുഖാ എന്ന് നമ്മൾ പറയാറുണ്ട് റസൂലുള്ളാഹിനെ സംബന്ധിച്ച്. ആ ഒരർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും ഈ വഹി സ്വീകരിക്കാൻ ശാരീരികമായ കഴിവ് വേണം, ഖൽബിയായ തയ്യാറെടുപ്പ് വേണം. ഇതൊക്കെ തയ്യാറ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വഹി നൽകുന്നത്. അങ്ങനെ വഹി നൽകി പരിശുദ്ധ ഖുർആനിന്റെ ഉലൂമുകൾ, അത് അറ്റമില്ലാത്ത ഉലൂമുകൾ, ഒരായത്തിറങ്ങുമ്പോൾ ആ ആയത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉലൂമുകളും അവർക്ക് നൽകപ്പെടുന്നു. അതിൽ ഒന്നും കുറവില്ലാതെ നൽകപ്പെടുന്നു. ചിലത് ആവശ്യമാണെങ്കിൽ 2 വട്ടം ഇൻസാല് ചെയ്യുന്നു. 2 വട്ടം ഇൻസാല് ചെയ്തുകൊണ്ടേ അതിന്റെ ഉലൂമുകൾ പൂർണ്ണമാവുകയുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ അവർക്ക് എല്ലാ ഉലൂമുകളും നൽകുന്നു. അതിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല മുകാശഫാത്തുകൾ നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ സഹിഹായ ഹദീസുകളിൽ കാണാം. മാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലാ. വഹയിന്റെ 3 ഇനമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വഹ്യൻ എന്ന് പറഞ്ഞത് തസ്ഖീറു ബാത്തിനിൽ മൂഹാ ഇലൈഹി ലിൽ ഹദ്റത്തുൽ ഖുദ്സിയ്യ എന്നാണ്. ഈ വഹി ചെയ്യപ്പെടുന്ന ആളുടെ ഖൽബിനെ ഹദ്റത്തുൽ ഖുദ്സിയയിലേക്ക് അങ്ങോട്ട് ഉയർത്തുക എന്നാണ്. നേരിട്ട് ഒരു മറയുമില്ലാതെ, വസായിലില്ലാതെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഇല്ലാതെ നേരിട്ട് നൽകപ്പെടുന്ന ഉലൂമുകൾ വേറെയും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ല സുബ്ഹ, സുബ്ഹ് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നു. അവിടെ ഇരിക്കുകയാണ്, ആരോടും സംസാരിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ചില ഭാവമാറ്റങ്ങൾ മുഖത്തിങ്ങനെ കാണുന്നുണ്ട്. സന്തോഷം പ്രകടമാകുന്നു, ചിലപ്പോൾ ദുഃഖം പ്രകടമാകുന്നു. അങ്ങനെ റസൂൽ അങ്ങനെ ഇരുന്നു. പിന്നീട് ളുഹറായി, ആ ഇരുത്തെ ഇരിക്കുകയാണ്. ളുഹറസ്കരിച്ചു, എന്നിട്ടും അങ്ങനെ ഇരുന്നു. അസറസ്കരിച്ചു, എന്നിട്ടും അങ്ങനെ ഇരുന്നു. ആർക്കും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ സഹാബിമാരിൽപ്പെട്ട ചിലര് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചോദിച്ചു, ഹല്ലാ സഅൽത റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്ന് ചോദിച്ചു നോക്കൂടെ, എന്തപ്പൊന്നുണ്ടായി? ഇന്ന് സാധാരണ ഇല്ലാത്ത അങ്ങനെ ഫുൾ ഡേ, ഒരു ദിവസം മുഴുവനും ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായിരുന്നു എന്ന് ഒന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. മെല്ലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ അദബോടുകൂടെ ചെന്നുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ അങ്ങിൽ നിന്ന് ഇന്ന് സാധാരണ കാണാത്തൊരു കാഴ്ച കണ്ടല്ലോ നബിയെ
എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഉരിള അലയ്യ ഫീ ഹാദൽ മഖാം മാ ഹുവ കായിനുൻ മിൻ അംരി ദുനിയ വമാ ഹുവ കായിനുൻ മിൻ അംരിൽ ആഖിറ. സുബ്ഹാനല്ലാഹ്. എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉരിള, മഅറള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എക്സിബിഷൻ ആണല്ലോ. പ്രദർശിപ്പിക്കപ്പെട്ടു. മാ ഹുവ കായിനുൻ, ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ, മിൻ അംരി ദുനിയ, ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ കാണുകയായിരുന്നു. വകദാലിക നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർള് വലിയകൂന മിനൽ മൂഖിനീൻ വമാ ഹുവ കായിനുൻ മിൻ അംരിൽ ആഖിറ. ആഖിറത്തിന്റെ കാര്യത്തിലും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പ്രദർശിക്കപ്പെട്ടു. അപ്പൊ ചില നല്ല കാര്യങ്ങൾ, സന്തോഷദായകമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖം പ്രസന്നമാകും, ദുഃഖകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖം പ്രകടമാകും. അതായിരുന്നു ആ ഭാവമാറ്റം എന്ന്. തത്തുല്യമായ ഒരുപാട് ഹദീസുകൾ കാണാം. ഇമാം തുർമുദിയും ദാരിമിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫഅലിംതു കുല്ല ശൈ എന്ന് കാണാം, എല്ലാ ഷൈഉം ഞാൻ അറിഞ്ഞു എന്ന്. ഈ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്പം മുതൽ തന്നെ വളർത്തിക്കൊണ്ടുവരികയും അള്ളാഹു ഇങ്ങനെ അള്ളാന്റെ പ്രതിനിധിയായി, അള്ളാന്റെ റസൂലായി, അള്ളാന്റെ ദൂതനായി 40 വയസ്സ് വരെ അലഞ്ഞു നടന്നിരുന്ന ഒരാളെ പിടിച്ച് ഇവിടെ വാ, ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുകൊടുക്കുന്നു പറഞ്ഞ് കൊടുക്കല്ല. അങ്ങനെയാണ് ചിലരുടെ പ്രസംഗം കേട്ടാൽ തോന്നുക. 40 വയസ്സ് വരെ ഒന്നും അറിയാത്ത ഒരു അറബി പയ്യൻ എന്ന് പ്രസംഗിച്ചവർ കേരളത്തിന്റെ മണ്ണിലുണ്ട്, ഇല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ ഇവര് നുബുവത്തിന്റെ ABCD അവർക്കറിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അതുകൊണ്ടാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന ആയത്തിന്റെ തുണ്ടമോതുന്നു ആളുകൾ റിസാലത്ത് അംഗീകരിച്ചവരല്ല. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയെ പരിചയപ്പെടുത്തിയതാണ്. യൂഹാ ഇലയ്യ എന്നതാണ് മുഹമ്മദുർ റസൂലുള്ളയെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു തുണ്ടം ആയത്തെടുത്തിട്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്താൻ നിൽക്കണ്ട. വഹ്യ് എന്താണെന്നും വഹ്യിന്റെ മഹത്വം എത്രയാണെന്നും അതിൽ തന്നെ റസൂലുള്ളാഹി ഖാത്തിമുൻ നുബുവ, ഖാത്തിമുൻ നബിയ്യിൻ, അഫ്ളലുൽ ഖൽഖ്, അക്മലുൻ നാസ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുമ്പോഴേ യഥാർത്ഥ മുസ്ലിം ആവുകയുള്ളൂ. ആ വിശ്വാസത്തിൽ നിന്നുണ്ടാകേണ്ടുന്ന അദബും മര്യാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രകടിപ്പിച്ചെങ്കിലേ യഥാർത്ഥത്തിൽ വിജയിയാവുകയുള്ളൂ. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വഹ്യ് എന്ന് പറഞ്ഞാൽ അത്രമേൽ വലുതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഇസ്രാ മിഅ്റാജിന്റെ സംഭവം പറഞ്ഞപ്പോൾ, ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇവിടൊക്കെ പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നിയെങ്കിലും അതിലെന്താണ് ഇത്ര അത്ഭുതം? ഇന്നി ലഉസദ്ദിഖുഹു ഫീമാ ഹുവ അബ്അദു മിൻ ദാലിക ഉസദ്ദിഖുഹു ബിഖബരി السമാ ഫീ കുല്ലി ഗദ്വത്തിൻ വറൗഹ. ഇമാം ബൈഹഖി. ഇതിലെന്താണ് ഇത്ര അത്ഭുതം? അതിലും വിദൂരമായ വിഷയത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദിനേന വഹ്യ് ഇങ്ങോട്ട് വന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് കഴിയുന്ന ഒരു ശരീരമാണെങ്കിൽ, അതിന് കഴിയുന്ന, അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് പോയി വരാനും ഒരു പ്രയാസമില്ല എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മനസ്സിലായത്, അങ്ങനെ പറയാൻ കഴിഞ്ഞത് വഹ്യിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ആ വഹ്യിന്റെ നിന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നീട്ടിപ്പരത്തി പറയുന്നില്ല, വളരെ ഇങ്ങനെ തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ ഉസൂലുകളും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മാത്രം എടുത്തുകൊണ്ട് വളരെ ശക്തമായി സമർത്ഥിക്കാൻ നമുക്ക് സാധ്യമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ. അതുകൊണ്ട് നാം ബോധവാന്മാരാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ തരത്തിലുള്ള റസൂലുള്ളാഹിനെ സാധാരണ മനുഷ്യനാക്കുന്നു, 40 വയസ്സ് വരെ ഒന്നും അറിയാത്ത അറബി പയ്യനാക്കുന്നു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദിനേന തെറ്റ് ചെയ്യുന്നവനാക്കുന്നു. വേറൊരാൾ പറയുന്നു 23 വർഷം കൊണ്ട് 600 പേജേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ഈ ജാതി സഫാഹത്തുകളൊക്കെ പറഞ്ഞുകൊണ്ട്
പരിശുദ്ധമായ ദീനിന്റെ ഉസൂലുകളെ പൊളിക്കുമ്പോൾ ഉലമാ ജാഗ്രത പുലർത്തണം. ഉലമാ ജാഗ്രത പുലർത്തണം. അവരുടെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മളൊക്കെയാണ് ഇന്ന് ഉലമാ എന്ന പേരിൽ ആളുകൾ കാണുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസം നമ്മൾ വെറും മുതഅല്ലിമീങ്ങളാണ് എന്നാണ്. എന്നാലും ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാവുകയും അതിനെ സംബന്ധിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുന്ന വിധത്തിൽ, ഞാനിതൊരു പണ്ഡിത സദസ്സല്ലേ എന്ന് കരുതിയിട്ട് അത്തരത്തിലുള്ളൊരു ക്ലാസ്സാണ് ഞാൻ അവതരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ സാധാരണക്കാർക്ക് അവരുടെ ആ ഒരു അവസ്ഥയ്ക്ക് യോജിക്കുന്ന വിധത്തിൽ ഇതൊക്കെ നിരന്തരം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെയൊക്കെ വലിയ ബാധ്യതയാണ്. അത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അള്ളാഹ് 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി നാളെ അതിൻ്റെ സ്വാഗത സംഘം ആദ്യത്തെ മീറ്റിംഗ് കൂടുകയാണ്. അതോടുകൂടെ തന്നെ നാം സജീവമാവേണ്ടതുണ്ട്. വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ ഓരോ ശാഖകൾക്കും, ഓരോ സംഘടനകൾക്കും, ഓരോ ജില്ലകൾക്കും, മേഖലകൾക്കും ഒക്കെ നൽകപ്പെടുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളെ ഇവിടെ സ്ഥിരപ്പെടുത്തുവാനും അത് ബോധ്യപ്പെടുത്തുവാനുമുള്ള നമ്മുടെ ഈ വലിയ ബാധ്യത, അതിന് 1-ാം സ്ഥാനം നൽകി അതോടൊപ്പം നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കാൻ നമ്മളൊക്കെ സജ്ജരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.